സിൻഡ്രല്ല കഥകളെ വെല്ലും വിധത്തിൽ ഹോളിവുഡിൽ ഉദിച്ചുയർന്ന മെർലിൻ മൺട്രോ എന്ന താരസൗകുമാര്യത്തിൽ ലോകം മുഴുവൻ മയങ്ങി നിന്നത് അത്ര പെട്ടെന്നും മറക്കാനാവുന്ന കഥയല്ല. പ്രത്യേകിച്ചും ആ താരശോഭ അസ്തമിച്ചതിലുള്ള ദുരൂഹതകൾ നീങ്ങാത്തിടത്തോളം. സ്ക്രിസോഫീനിയ ബാധിതയായ അമ്മയെ വിട്ട് തന്റെ 9-ാം വയസ്സിൽ അകലേണ്ടി വന്ന നോർമ ജീൻ ബോക്കർ എന്ന പെൺകുട്ടിയിൽ നിന്ന് മെർലിൻ മൺട്രോയിലേക്കുള്ള പരിണാമത്തിലും അതിനുശേഷവും ആ ജീവിതം ഒട്ടനവധി നാടകീയതകളിലൂടെയാണ് കടന്നുപോയത്. തന്റെ കൗമാര യൗവന കാലത്ത് വളർത്തുവീടുകളിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളും പീഡനങ്ങളും വിവേചനങ്ങളുമായിരുന്നു പിന്നീട് അങ്ങോട്ട് നോർമ ജീന്റെ വ്യക്തിത്വത്തെയും മാനസിക നിലയെയും സ്വാധീനിച്ചത്. 1942 അയൽക്കാരനായിരുന്ന ജിമ്മിനെ വിവാഹം കഴിക്കുന്നതോടെയാണ് നോർമയുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇതോടെ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആവുന്ന നോർമ പിന്നീട് നാവികസേനയിൽ കായിക പരിശീലകനായ ഭർത്താവിനൊപ്പം കാസ്റ്റൽ ദ്വീപിലേക്ക് താമസം മാറുന്നു. ഇവരുടെ ദാമ്പത്യത്തിൽ ഒരു ചെറിയ ഇടവേള എന്ന നിലയിൽ നാവികസേനയുടെ കപ്പലിൽ ജിമ്മിന് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടി വരുന്നു. കാസ്റ്റൽ ദ്വീപിൽ തനിച്ചു നിൽക്കാൻ താല്പര്യമില്ലായിരുന്ന നോർമ അകലെയുള്ള ജിമ്മിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോയി. തുടർന്ന് അവിടെ റേഡിയോ പെയിൻ കമ്പനിയിൽ ഒരു ജോലിക്ക് നോർമ പ്രവേശിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഡേവിഡ് കോർണറെ കണ്ടുമുട്ടുന്നതും അത് പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറുന്നതും. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അമേരിക്കൻ സ്ത്രീകളുടെ കുറച്ച് നല്ല ചിത്രങ്ങൾ പകർത്തി യാക് മാഗസിനിൽ പ്രസിദ്ധീകരിച്ച് സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുകയായിരുന്നു ഡേവിഡ് കോർണറുടെ ലക്ഷ്യം. കോർണർ പകർത്തിയ തന്റെ പല ചിത്രങ്ങളും നോർമയ്ക്ക് അതിയായി ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് ഈ ഫോട്ടോസ് കണ്ടുകൊണ്ടാണ് പല മോഡലിംഗ് ഏജൻസികളും നോർമയെ ക്ഷണിക്കുന്നത്. ഭർത്താവ് ജിമ്മിന്റെ എതിർപ്പിനെ വകവയ്ക്കാതെ ഈ ഏജൻസികളുടെ എല്ലാം ക്ഷണം നോർമ സ്വീകരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ മോഡലിംഗ് രംഗത്ത് നോർമ പ്രശസ്തിയായിത്തീരുന്നു. പതിയെ പതിയെ ജിമ്മുമായിട്ടുള്ള അകലം കൂടിക്കൂടി വരുന്നു. അങ്ങനെ 4 വർഷം മാത്രം നീണ്ടു നിന്ന ദാമ്പത്യ ജീവിതം വളരെ വേഗത്തിൽ വിവാഹമോചനത്തിൽ ചെന്നു. 20th സെഞ്ചുറി ഫോക്സുമായി ഒരു മോഡലിംഗ് കരാറിൽ ഏർപ്പെടുന്നതോടെയാണ് നോർമ ജീൻ ബെക്കർ മെർലിൻ മൺട്രോയായി മാറുന്നത്. അന്നത്തെ കാസ്റ്റിംഗ് ഡയറക്ടറായിരുന്ന ബെൻ ലിയോണിന് പിന്നീട് തന്റെ താരപ്പകിട്ടുകൾക്കിടയിലും മെർലിൻ മൺട്രോ ഒരു കത്തെഴുതുന്നുണ്ട്. വിശ്രമ ജീവിതം ജീവിക്കുന്നതിനിടയിൽ ബെൻ ലിയോൺ ആ കത്ത് ഇങ്ങനെ വായിച്ചു: ആരും എന്നെ തിരിച്ചറിയാതിരുന്ന കാലത്ത് നിങ്ങൾ എന്നെ കണ്ടെത്തി, എനിക്ക് സ്വന്തമായി ഒരു പേരും തന്നു. ആരും എന്നെ വിശ്വസിക്കാതിരുന്ന ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചു. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ എന്നെ സ്നേഹിച്ചു. എല്ലാത്തിനും നന്ദി. 1953 പുറത്തു വന്ന നയാഗ്രയാണ് ഹോളിവുഡിൽ മെർലിന് പ്രസക്തി നേടിക്കൊടുത്ത ആദ്യ ചിത്രം. ഈ ചിത്രം വലിയ പ്രേക്ഷക പ്രതി തന്നെ പിടിച്ചുപറ്റുന്നുണ്ട്. ലേഡീസ് ഓഫ് ദ കോറസിൽ 3 ഗാനങ്ങൾ ആലപിക്കുന്നുണ്ട് മെർലിൻ. തുടർന്ന് ചിത്രങ്ങളുടെ വലിയ നിര തന്നെ മെർലിനുണ്ടായി. 1953 യുഹാഫ്നർ പ്ലേബോയ് എന്ന മാഗസീനുമായി രംഗപ്രവേശം ചെയ്തു. അന്ന് അതിന്റെ കവർ ഫോട്ടോ മെർലിന്റേതായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ആ പുതിയ മാഗസീന്റെ എണ്ണമറ്റ പതിപ്പുകളാണ് വിറ്റഴിഞ്ഞു പോയത്. ദ 7 Year Itch എന്ന ചിത്രത്തിലെ മെർലിന്റെ സബ്വേ രംഗം ലോകമെങ്ങും പ്രശസ്തമായി. കാറ്റത്ത് സ്വന്തം സ്കേർട്ട് താഴ്ത്തി വെക്കാൻ നോക്കുന്ന മെർലിന്റെ ഈ രംഗം പിന്നീട് അവരെ ഓർമ്മപ്പെടുത്തുന്ന എല്ലാ കാലത്തേക്കുമായുള്ള ഒരു ബിംബം തന്നെയായി മാറുകയായിരുന്നു. അക്കാലത്തെ സിനിമാസ്വാദകരുടെ മനസ്സിലെ സൗന്ദര്യ ചിഹ്നമായിരുന്ന മെർലിൻ മൺട്രോയ്ക്ക് ധാരാളം പ്രണയങ്ങളും ഉണ്ടായിരുന്നു. ചില ബന്ധങ്ങളെല്ലാം പ്രണയവും കടന്ന് വിവാഹം വരെ എത്തിയെങ്കിലും അധികകാലം നീണ്ടു നിൽക്കാതെ എല്ലാം തകർച്ച നേരിടുകയാണ് ഉണ്ടായത്. സിനിമാ താരങ്ങളും കായിക താരങ്ങളും തൊട്ട് അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡിയും സഹോദരൻ റോബർട്ട് എഫ് കെന്നഡിയും വരെയുള്ളവർ മെർലിന്റെ കാമുകന്മാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ബന്ധങ്ങളിൽ അസ്ഥിരതയും തുടർച്ചയായ തകർച്ചയും കടുത്ത വിഷാദ രോഗത്തിലേക്കാണ് മെർലിനെ കൊണ്ടുചെന്നാക്കുന്നത്. ഇതേ തുടർന്ന് ചിത്തരോഗാശുപത്രിയിലാകുന്നുണ്ട് അവർ. ഈ കാലയളവിൽ മെർലിനുമായി പ്രണയമുണ്ടായിരുന്ന ഇതിഹാസ താരമായ മെർലിൻ ബ്രാൻഡോ ഹൃദയാർദ്രമായ കത്തുകൾ അയക്കുന്നത് അവർക്ക് ശരിക്കും ഒരാശ്വാസമായിരുന്നു. ചിത്തരോഗാശുപത്രിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും മെർലിന്റെ മാനസികാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങിയത് കടുത്ത ഇൻസോമിനിയയിലേക്കും അവരെ തള്ളിവിട്ടു. മെർലിന്റെ മരണം സിനിമാ ലോകത്തെ നടുക്കി എന്നതിലുപരി അമേരിക്കൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത് വലിയൊരു പ്രകമ്പനം തന്നെയാണ് ഉണ്ടാക്കിയത്. കെന്നഡി സഹോദരന്മാരുടെ പൊതുജീവിതത്തെ മെർലിന്റെ മരണം പിടിച്ചുലച്ചു. 1970കളിൽ മാത്രമാണ് റോബർട്ട് കെന്നഡിയുമായിട്ടുള്ള മെർലിന്റെ ബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. മെർലിന്റെ ആത്മഹത്യ വെറും ഒരു ആത്മഹത്യ അല്ലെന്നും അത് സാധാരണപ്പെട്ട ഒരു മരണമല്ലെന്നും വിശ്വസിക്കുവാനാണ് ആളുകൾ പൊതുവെ താല്പര്യപ്പെടുന്നത്. മെർലിന്റെ മരണശേഷം അതേ സംബന്ധിച്ച നിരവധിയായ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും നിരവധിയായ കഥകളും പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. 1970കൾക്ക് ശേഷം മാത്രമാണ്
റോബർട്ട് കെനഡിയുമായിട്ടുള്ള മെർലിന്റെ ബന്ധം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. മെർലിന്റെ ആത്മഹത്യ വെറുമൊരു മരണമല്ലെന്നും അതിൽ സംശയാസ്പദമായ പലതും ഉണ്ടെന്നും വിശ്വസിക്കുവാനായിരുന്നു ആളുകൾക്ക് താല്പര്യം. ഇതേ സംബന്ധിച്ച് സുദീർഘങ്ങളായ ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പുസ്തകങ്ങളും ഇതിനോടകം തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിശയോക്തി കലർന്ന മെർലിനെ കുറിച്ചുള്ള കഥകൾക്കും പഞ്ഞമില്ല. അവർ ജീവിച്ചിരുന്നപ്പോൾ എന്നതുപോലെ തന്നെ മരണശേഷവും ആ കഥകൾ അനുസ്യൂതം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം തരത്തിൽ വളച്ചൊടിച്ചാലും എത്രയൊക്കെ സദാചാരത്തിന്റെ അളവുകൾ കൊണ്ട് അളന്നെഴുതിയാലും ഒന്ന് തീർച്ചയാണ്, സിൻഡ്രല്ല സിൻഡ്രോം എന്ന അടിക്കുറിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നോർമ ജീൻ ബെക്കർ എന്ന തീവ്രമായ ഏകാന്തതയിൽ കുട്ടിക്കാലം കഴിച്ചു കൂട്ടേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ ആരെയും ആകർഷിക്കുന്ന നിഷ്കളങ്കമായ ചിരി. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ കമന്റുകളായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും അമർത്തുക. താങ്ക് യു.